എല്ലാം കാണാൻ പറ്റുമല്ലോ. മഞ്ഞ് സംശയിക്കണ്ട, ഞങ്ങൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ട അതിസാഹസികമായ കഥയാണിത്. അതിന് നിങ്ങളേതാ എന്ന് ചോദിക്കരുത്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് ജാനകി, അതെൻ്റെ ഹസ്ബൻഡ് സുബിൻ, ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. ഹായ്, ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം നമ്മൾ മനാലിയിൽ നമ്മുടെ കുട്ടി എയർബിഎൻബിയിൽ ഇന്ന് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. ജാനും എഗ് മാഗിയിലൊക്കെ കൈയിട്ട് തുടങ്ങി. ഈ എഗ് മാഗി, പൂരി ബാജി, ആലു പറാഠ, ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പുറത്ത് നല്ല മഴയും മഞ്ഞും ഒക്കെയാണ്, അപ്പോൾ ആ ഒരു വെതറിൽ കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ പുറത്ത് ഈ ഒരു വെതർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് സ്നോ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനും ജാനുമി ആദ്യമായിട്ട് സ്നോ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഈ വെതർ കാരണം നമ്മളെ കേട്ടില്ല എന്നുള്ള അവസ്ഥയാണ് മിക്കവാറും. പക്ഷെ ഞങ്ങൾ എന്തായാലും രാവിലെ തന്നെ സകല ദൈവങ്ങളെയും വിളിച്ചിറങ്ങി. അപ്പോൾ ഈ മലയൊക്കെ കയറുന്നതിന് മുമ്പ് താഴേന്ന് തന്നെ നമുക്ക് ഈ സ്നോയിലിടുന്ന സ്കീ കോസ്റ്റ്യൂം പോലത്തെ കോസ്റ്റ്യൂം റെൻറ്റിന് കിട്ടും. അതൊക്കെ വാരിയെടുത്ത് ഞങ്ങൾ പോവുകയാണ്. ശുഭാപ്തി വിശ്വാസം, അതാണല്ലോ എല്ലാം. അങ്ങനെ നട്ടപ്പുറം മഴയത്ത് നമ്മൾ സ്നോ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ വേഷവിധാനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കളറായിട്ടില്ലേ? അങ്ങനെ നമ്മൾ മൂണിൽ കയറാൻ പോവുകയാണ്. ചന്ദ്രനിൽ നിന്ന് വന്ന ബന്ധു അല്ല, ചന്ദ്രന് വന്നില്ല, നമ്മൾ ചന്ദ്രനിലോട്ട് പോവല്ലേ. ജാനുവിനെ കണ്ടിട്ട് തിരിച്ചു പോലും അറിയുന്നില്ല. അപ്പോൾ ഈ സ്നോ കാണാനായിട്ട് സോലാങ് വാലി, റൊക്തങ് പാസ്, ഇങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. അതിൽ സോലാങ് വാലി ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ തിരിച്ചത്. അപ്പോഴത്തേ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ചില്ലായിട്ട് പോകുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചൊറിച്ചിലെടുത്തിട്ട് ഞാൻ ഈ വേഷഭൂഷണമൊക്കെ ഊരി കളഞ്ഞു കേട്ടോ. പക്ഷെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു, അവരിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സോലാങ് വാലി കാണാനൊക്കെ അടിപൊളി സ്ഥലമായിരുന്നെങ്കിലും അവിടുത്തെ അവസ്ഥ ഇതായിരുന്നു. അവിടുത്തെ കാർ പാർക്കിൽ ശരിക്കും വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ ഭയങ്കര ചെളിയും ഭയങ്കര ക്രൗഡഡും, നമുക്കൊട്ടും പോകാൻ തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഇത്തിരി റിസർച്ച് ചെയ്തപ്പോൾ ഗുലാബ എന്ന് പറയുന്ന ഒരു ലെസ് ടൂറിസ്റ്റി സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഗുലാബയിലോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പായത് ഈ തീരുമാനം നന്നായി. കാര്യം ഭയങ്കര ലെസ് ക്രൗഡഡായ റോഡും ഭയങ്കര ശാന്തസുന്ദരമായ ഒരു സ്ഥലമായിരുന്നു. അൺടച്ച്ഡ് ബൈ ടൂറിസം എന്നൊക്കെ കുറച്ച് പറയാം. അവിടെ ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കാണും. ബട്ട് ജനറലി ലെസ് ക്രൗഡഡായിരുന്നു. പിന്നെ ദേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങളൊന്ന് നോക്കിയേ. നമ്മുടെ ഹിമാചൽ സീരീസിൽ ത്രൂ ഔട്ട് കേൾക്കുന്ന ഞങ്ങളുടെ സൗണ്ട് ട്രാക്ക് ആഹാ കണ്ടേ മലനിര, അത് പിന്നെയും പാടിയിട്ടുണ്ട്. ഇനി പക്ഷേ ഞാൻ കേൾപ്പിക്കുന്നില്ല, കാര്യം കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയാമല്ലോ. അങ്ങ് ദൂരെ മഞ്ഞ് കണ്ടു തുടങ്ങി. അപ്പം തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത എക്സൈറ്റ്മെൻറ്റും തുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, ഞാനും ജാനുമി ആദ്യമായിട്ട് സ്നോ കാണാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. മഞ്ഞാണോ മേഘമാണോ എന്നറിയാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടിയ മലനിരകൾ. ഞാൻ ചുമ്മാ പറയല്ല, ഈ ക്യാമറയ്ക്ക് ആക്ച്വലി നമ്മൾ നേരിട്ട് കണ്ട ബ്യൂട്ടിയുടെ ഒരു പകുതി തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രേ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ ഡെഫിനറ്റായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് പോയി തന്നെ കാണണം. പാർലേജി ബേബി, പാർലേജി ബേബി. ബേബിയാണോ അത്? ബേബിയുടെ പേരെന്താ? ഈ ബേബി ഇത് ജാനുവാ? ഇല്ല, ജാനുമി മുട്ടയല്ലേ, ഇത് മുട്ട മുടിയുള്ള ബേബിയല്ലേ. പക്ഷേ തണുപ്പത്തെ പാർലേജി ബിസ്ക്കറ്റ് ചായയിൽ മുക്കി അടിക്കാൻ എന്തൊരു സുഖം. നോക്ക്, മഞ്ഞ് മല. അപ്പോൾ എൻ്റെ കണ്ണും മുഖമൊക്കെ നീരടിച്ച് വീങ്ങിയിരിക്കുന്ന പോലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തോന്നലല്ല, സത്യമാണ്. കാര്യം എനിക്ക് ഈ വെതറിൽ ഭയങ്കര സൈനസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ പോവുകയാണ് സ്നോ കാണാൻ.
Great Himalayan National Park. Himalayas unspoiled majesty. അങ്ങനെ ചായയും പാർലേജിയും ഒക്കെ കഴിച്ച് വന്ന് എനർജി കൂട്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി നേരെ നമ്മുടെ മലനിരകൾ ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങി. അപ്പോൾ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഹെയിൽ സ്റ്റോൺസ് വീഴാൻ തുടങ്ങി കേട്ടോ. ആലിപ്പഴം എന്നൊക്കെ പറയില്ലേ, ആദ്യം വളരെ ഒരു ലോ ഇൻറ്റൻസിറ്റിയിലാണ് തുടങ്ങിയത്. ഞങ്ങൾക്ക് പക്ഷേ ഗ്ലാസ്സിൽ ഇങ്ങനെ ചെറുതായിട്ട് അത് കണ്ടു തുടങ്ങി. അങ്ങനെ അധികം താമസിക്കാതെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ഓഫ് സ്നോ. അപ്പോൾ ആ സ്നോ എടുത്ത് ജാൻവിയെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഉണ്ണിപ്പോയി അതെടുത്തു. അവളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് അറിയാമല്ലോ. മഞ്ഞടാ അമ്മ ആദ്യമായിട്ടാണ് ജാനുവി ആദ്യമായിട്ടാണ് വേണ്ടി. എറിയാൻ പുറത്തെറിയട്ടാ. നോക്കിക്കോ, അവിടെ പോയി പൊട്ടുവേ. ഇറങ്ങ വരെ പോകുന്നുണ്ട്. നോക്കിക്കോ നോക്കി ഞാൻ 1 2 3. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ പെണ്ണിൻ്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ പോകുന്തോറും സ്നോയിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും ആ സ്ഥലത്തിൻ്റെ ഭംഗിയും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് 1 സ്മോൾ സ്റ്റെപ്പ് ഫോർ മീ ബട്ട് എ ജയൻറ്റ് ലീപ്പ് ഫോർ ദ കിഡ് ഇൻ മീ എന്നൊക്കെ പറയാം. ഈ ട്രീ ഹൗസിൽ താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ തന്നെ സ്വപ്നമായിരുന്നു സ്നോ കാണണം എന്നുള്ളത്. അപ്പോൾ അത് അന്നൊന്നും നടക്കാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ ഡ്രീം നേടിയെടുക്കുമ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ദേ ഹെയിൽ സ്റ്റോൺസ് ഭയങ്കരമായിട്ട് വീഴാൻ തുടങ്ങി. ശരിക്കും ദേഹമൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അത്ര കട്ടിയുള്ള ഐസ് ബോൾസ് തന്നെയാണ് വീണുകൊണ്ടിരുന്നത്. പക്ഷെ അതോ മഴയോ ഇടിയോ മിന്നലോ, ഭയങ്കര ഇടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. എന്തോ എൻ്റെ ഉള്ളിലെ കുട്ടി അങ്ങ് ഉണർന്നു എന്ന് തോന്നുന്നു എനിക്ക്. ഒരു നിമിഷം ജാനുമിയേക്കാൾ ചെറിയ കുട്ടിയായിരുന്നു ഞാനവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മഞ്ഞ ഈ കാണുന്നതാണ് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ വണ്ടിയിൽ വീഴുന്ന സ്നോയോ. ഇതൊക്കെ ഇപ്പൊ വീഴുന്ന സ്നോയാണ്. കാണാവോ? ഇല്ല, കണ്ടുകൂടാ. ഇതൊക്കെ ഇപ്പൊ വീഴുന്ന സ്നോയാണ്. വണ്ടിയുടെ മണ്ടേ നോക്ക്. ഇടിമിന്നലാണ് എൻ്റെ പേടി. അപ്പോൾ നേരത്തെയും സ്നോ കണ്ടിട്ടുള്ള ഉണ്ണിമയ്ക്ക് ഇടിയും മിന്നലും ഒക്കെ പേടിക്കാം. പക്ഷെ ആദ്യമായിട്ട് സ്നോ കാണുന്ന എനിക്ക് ഇടിയും മിന്നലും പേടിച്ച് വണ്ടിയിലിരിക്കുക എന്നുള്ളതൊരു ഓപ്ഷനേ ആയിരുന്നില്ല. യൂഷ്വലി ഇടി പുറത്ത് വെട്ടുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാത്ത ഞാൻ അവിടെ തുള്ളിക്കളിക്കുകയായിരുന്നു. തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. മാടമ്പള്ളിയിലെ ആ മനോരോഗിയൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ജാനുക്ക് എങ്ങനെ സ്നോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെ. ആദ്യമായിട്ട് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെട്ടെ. അടിപൊളിയായിരുന്നു. ജാനുവിക്ക് ആ ബൂട്ട്സ് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. 1.5 വയസ്സിന് പോയ ട്രിപ്പിന് 3.5 വയസ്സിൽ വോയിസ് ഓവർ കൊടുത്ത ജാനുവിയുടെ ശബ്ദമാണ് കേട്ടത്. അതെന്തുകൊണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫുൾ സീരീസ് ഷിംല വ്ളോഗ് തൊട്ടേ കാണണം. ജാനുവി അമ്മ എടുത്തോട്ട് നടന്നു. ഈ മനോഹരമായ അരുവിയിൽ കിടക്കുന്ന വേസ്റ്റുകൾ നിങ്ങൾ കണ്ടായിരുന്നു? ഇതാണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ നാടും മേ ബി സ്വിറ്റ്സർലാൻഡൊക്കെ പോലത്തെ ഭയങ്കര അതിമനോഹരം എന്ന് പറയുന്ന നാടുകളും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം ഇതായിരിക്കണം, ആളുകൾ എങ്ങനെ അതിനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നു എന്നുള്ളത്. അല്ലാതെ നേച്ചറിൻ്റെ ആ ഒരു ഭംഗി ഇവിടെയും അവിടെയും ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം.
ഉണ്ണിമയ്ക്ക് പറ്റാൻ പോകുന്നൊരു ഗുലുമാല് നിങ്ങൾ കണ്ടോളൂ. ലിറ്ററലി മറ്റേ അവനവൻ കുരുക്കുന്ന കുഴുക്ക് ഇതിപ്പോൾ എനിക്ക് ഗുലുമാലായല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഗുലുമാൽ അതായിരുന്നു. അയ്യോ ഉണ്ണി അതെങ്ങനെ എടുക്കും? സാഹസികമായിട്ട് ഇതാണ്ട് അച്ഛൻ പോകുന്നു. അതിസാഹസികമായിട്ട് ജാനുവിടെ ബൂട്ട്സ് എടുക്കുകയാണ് ഉണ്ണിമ. എവിടെ എന്തായാലും നീ ഇറങ്ങിയല്ലേ, അവിടെ നില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ എന്തോ ശരി വാ. പിന്നെ ബേബി 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 സ്നോ എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് സ്നോയിൽ ഇറങ്ങണമെന്നാണ്. പക്ഷെ ഭയങ്കര തെന്നലും വഴുക്കലും ഒക്കെ ആയിരുന്നു അവിടെ. ഇങ്ങനെ സമാധാനപൂർവ്വമായി നടന്നുകൊണ്ടിരുന്ന ഞാൻ എത്ര തവണ വീണെന്നറിയാമോ? എന്ത് പറ്റിയത്? സ്ലിപ്പായതാടോ, എനിക്ക് പറ്റണില്ല. പിന്നെ പുഷപ്പൊക്കെ എടുത്ത് എനിക്ക് സ്നോയിനെ തള്ളി മാറ്റി അങ്ങ് പോയത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഈ പൈൻ മരവും അതിൻ്റെ പുറത്ത് സ്നോ ഇങ്ങനെ വീണ് ഒരു എന്താ പറയുക, ഒരു ഷീറ്റ് പോലെ വീണിരിക്കുന്നതൊക്കെ കണ്ടപ്പം ഒരു ക്രിസ്മസി വൈബൊക്കെ തോന്നി. ആ ഒരു ക്രിസ്മസ് ട്രീയുടെ പുറത്ത് സ്നോ ഫ്രോസ്റ്റൊക്കെ വീണിരിക്കുന്ന പോലെ. അങ്ങനെ ഇറ്റ്സ് ബിഗിനിങ് ടു ലുക്ക് എ ലോട്ട് ലൈക്ക് ക്രിസ്മസ് പാട്ടൊക്കെ പാടി നമ്മളിങ്ങനെ ഒരു ക്രിസ്മസി വൈബിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിടിച്ച് തെന്നുമായി. അങ്ങനെ ബീച്ചിലൊക്കെ പേരെഴുതുന്ന പോലെ ഞങ്ങൾ ജാനു എന്ന് സ്നോയിൽ എഴുതി വെച്ചു. ജാനു വരുവാ. എന്ത് പറ്റി? അടുത്ത വീഴ്ച ജാനുവി വരുന്നുണ്ടേ. എന്നെ പോടാ. അങ്ങനെ അരുവിയുടെ ശബ്ദവും ആ സ്നോയും എല്ലാമായിട്ട് അവിടെ ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല പീസ്ഫുൾ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. എന്നിട്ട് പോകാൻ തീരുമാനിച്ചു.
ഞങ്ങൾ ശരിക്കും എപ്പോഴും തമ്മിൽ ചോദിക്കുന്നൊരു ചോദ്യമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചാനലിലൊരു പേര് തപ്പിയപ്പോൾ ഇനി എങ്ങോട്ടാ എന്നൊരു പേര് വന്നതും അത് ഇട്ടതും കേട്ടോ. ഇതിപ്പോൾ ഒരു ട്രാവൽ റിലേറ്റഡ് അങ്ങനെ മാത്രമല്ല, അല്ലാതെ ആണെങ്കിലും നമ്മൾ ഇനി എങ്ങോട്ടാ എന്ന് ചോദിക്കുന്നൊരു കപ്പിളാണ്. അപ്പോൾ ആ വാക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട്? അപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ഞങ്ങളുടെ ഉള്ളിലെ കുട്ടികൾ ഇങ്ങനെ പിന്നെയും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങുകയാണ്. മഞ്ഞിലൂടെ ചേർക്ക്. അയ്യോ അവളുടെ ബൂട്ട്സ് ഇതാ. എന്ത് പറ്റി? മൂന്നാമത്തെ വീഴ്ച. നൈസ്. ഓക്കെ, എണിച്ചോ? ഇവിടെ നിന്നെങ്ങാനും തന്നെ അതാ താഴെ ഈസി. അപ്പോൾ ഞാൻ ചെറുക്കല്ലേ എന്ന് പറഞ്ഞ് പോകുന്നതാണ് നിങ്ങൾ കേട്ടത്. ചെറുക്കല്ലേ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തൊക്കെ തെന്നല്ലേ എന്നുള്ളതിന് അങ്ങനെ പറയും കേട്ടോ. എന്തായാലും നമ്മൾ കാർ ഇട്ടിരുന്ന് അവിടെയൊക്കെ എത്തിയപ്പോൾ ജാനുമിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ജാനുക്ക് എന്താ വേണമെന്ന്? ചായ. ജാനി അമ്മമ്മയ്ക്ക് കുറച്ച് ചായ വേണമെന്ന്. സ്നോ ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ, പാവം ക്ഷീണം കാണും, തണുപ്പും കാണും അല്ലേ. ജാനുക്ക് എന്താ വേണം? ജാമോ ഹോട്ട് ചോക്ലേറ്റ് വേണോ? പിന്നെ എന്തൊക്കെ വേണം? എന്തായാലും ചായ ഒന്നും ഈ ചെറുപ്രായത്തിൽ തരുന്നില്ല. ഒരു ബിസ്ക്കറ്റും കുറച്ച് മാഗിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അതും ഹെൽത്തി ഒന്നും അല്ല, എന്നാലും എന്തെങ്കിലും കൊടുക്കണ്ടേ. ഈ മഞ്ഞത്ത് മാഗി വേറൊരു ഫീൽ തന്നെ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ മാഗിയും കഴിച്ച് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പോലും അറിയാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ആക്ച്വലി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി ആ ഫോണിൽ വരുന്നില്ലായിരുന്നു ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ. അത് ചുമ്മാ വീമ്പടിക്കുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ചാടി വീഴണം കേട്ടോ, ചാടി. വീഡിയോ ആണോ? അതിപ്പോ ഒരു ഫോട്ടോ എടുത്തിനെ അതൊക്കെ. ജാനുമേ വെച്ചാ അപ്പൊ കഴിഞ്ഞില്ലേ സ്നോ? നീ എങ്ങോട്ടാ? കരയല്ലേ അമ്മ പോണോക്ക്. ബേബിനെയും കൂടെ സ്നോയിൽ ഇറക്കി വിടാനുള്ള നിലവിളിയാണത്. മോഹൻലാൽ മറ്റേ രാവണപ്രഭുവിൽ പറയില്ലേ, വലി നിർത്തി എന്നാലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള മടിയോണ്ട് ഇങ്ങനെ വെച്ചോണ്ട് നടക്കുന്നു. അതുപോലെയായിരുന്നു ഞങ്ങൾ. സ്നോ കണ്ട് മതിയാക്കി ഇറങ്ങിയെങ്കിലും മതിയാവാത്തത് കൊണ്ട് വഴിനീളം ഞങ്ങൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ വണ്ടി നിർത്തുന്നു, ഇറങ്ങുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ചുമ്മാ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രഹസനം തന്നെയായിരുന്നു. ഇങ്ങോട്ട് പോയനെ. അങ്ങനെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെങ്കിലും പിന്നെയും ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫോളും ആരോ ഉണ്ടാക്കിയൊരു സ്നോമാനും കണ്ട് പിന്നെയും വണ്ടി നിർത്തി. അങ്ങനെ തന്തിനെ താനേ താനാനെ തന്താരെ താനെ അന്യനാനെ പാടി ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചെങ്കിലും പിന്നെയും ഇതിനേക്കാൾ നല്ല ഒരു വാട്ടർഫോൾ കണ്ട് ഞങ്ങൾ അവിടെ നിർത്തി. ഇനി ഞങ്ങൾ എന്തായാലും വഴിയിലൊന്നും നിർത്തില്ല എന്ന് പറഞ്ഞ് വണ്ടി എടുത്തിട്ടുണ്ട്. അതെവിടെ വരെ പോകുമെന്ന് നോക്കാം. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി അല്ല, ശരിക്കും സ്വിറ്റ്സർലൻഡ് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കില്ലേ?
അതോ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയുന്ന പോലെ ഞാനിവിടെ കിടന്ന് സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതായിരിക്കുമോ? ആ, അതിനും സാധ്യതയുണ്ട്. നിർത്താനായിട്ടൊരു ചായവുണ്ടല്ലേ, സ്ലോ ഡൗൺ. പക്ഷെ സമ്മതിക്കില്ല, ഞങ്ങൾ വണ്ടി എടുക്കുക. ഭയങ്കര സ്നോ വീണിരിക്കുന്ന മല കണ്ട അവിടെ അത് ആണോ? കാണാം. അത് ഏത് മലയായിരിക്കും? അത് മൂക്കുന്നി മല. കോമഡി പോണോ? ഇതേ ഇവിടുത്തെ ലോക്കൽ പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് പോവാൻ തോന്നുന്നു. ഇവരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഇവരെന്ത് ഭാഗ്യം ചെയ്തവരല്ലേ, ഈ വ്യൂ ഒക്കെ ഡെയിലി കാണാമല്ലോ എന്ന്. പക്ഷെ ശരിക്കും അങ്ങനെ അല്ലല്ലേ, എല്ലാ സ്ഥലത്തിനും അതിൻ്റേതായ ഗുണവും ദോഷവും എല്ലാം കാണും. അങ്ങനെ സ്നോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മലനിര പാട്ട് മാറി നമ്മൾ ഹിമമഴയിലേക്ക് മാറി. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി പോവാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഫുള്ള് കേൾപ്പിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ്. ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റുമോ നോക്കാം. എന്തായാലും ജാനുമി സുഖമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ, നല്ല ഉറക്കമായി. അല്ല ചോളം. അങ്ങനെ കോൺ നമ്മൾ അപ്പം തന്നെ തീരുമാനമാക്കി. എന്നിട്ട് നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ലേറ്റായി കുറച്ച്. അപ്പം നമ്മൾ നേരെ മനാലിയിലെ മോൾ റോഡ്, ഷിംലയിലെ മോൾ റോഡിൽ നമ്മൾ പോയില്ലേ, അതുപോലെ മനാലിയിലെ മോൾ റോഡിലോട്ട് വെച്ച് പിടിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ചോപ്പ് സ്റ്റിക്സ് എന്ന് പറഞ്ഞ് മനാലി മോൾ റോഡിൽ തന്നെ ഉള്ള ഒരു നല്ല ചൈനീസ് ആൻഡ് ടിബറ്റൻ ഡിഷസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ചോപ്പ് സ്റ്റിക്സിലാണ് പോയത്. അവിടെ അവർ സജസ്റ്റ് ചെയ്ത 2 ഡിഷസാണ് നമ്മൾ ട്രൈ ചെയ്ത്. എക്സാക്ട് പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷേ രണ്ടും ടിബറ്റൻ ഡിഷസ് ആയിരുന്നു. തുപ്പ ഗ്യാത്തുക്ക് എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഡിഷസ് ആയിരുന്നു. എക്സാക്ട് പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ പുറത്ത് മോൾ റോഡിൽ തന്നെ ഇങ്ങനെ കുട്ടി കുട്ടി ഗുലാബ് ജാമുൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താ ലോലിപോപ്പ് ആയിരുന്നു കഴിച്ചോ? അച്ഛൻ കഴിക്കാതെ ഉള്ളത് പറയണമല്ലോ, കാണാനുള്ള ഭംഗി കഴിക്കാനില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മോൾ റോഡിൻ്റെ ആ ഒരു ഈവനിങ് ടൈം അവിടെ കിടന്ന് കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇതേ നിങ്ങൾ യാക്കിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് യാക്കിനെ കണ്ടു കേട്ടോ, അതും ഒരു മാർക്കറ്റിനകത്ത് വെച്ച്. ഇതേ പിന്നെ യാക്കിൻ്റെ ക്ലോസപ്പ്. അവിടുത്തെ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഈ കോരി ചൊരിയുന്ന മഴയത്ത് പിന്നെ ഒന്നിനും പറ്റാതെ ഞങ്ങൾ ഡിന്നറും കഴിച്ച് റൂമിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കഫേ 1947 ഇത് അവിടുത്തെ ഒരു പഴയ പ്രസ്റ്റീജിയസ് കഫേ ആണെന്ന് തോന്നുന്നു. പണ്ട് മുതലേ ഉള്ള അവരുടെ ഹിസ്റ്ററിയൊക്കെ ഈ മെനുവിലുണ്ടായിരുന്നു. മനാലിയിൽ ഒരു ഫേമസ് സാധനം ട്രൗട്ട് ഫിഷ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി, മിക്ക മെനുവിലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ്, ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് ഗ്രിൽഡ് ട്രൗട്ട് ഫിഷാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ട്രൗട്ട് ഫിഷ് മാത്രമേ പറഞ്ഞുള്ളൂ.
റൂമിൽ പോയപ്പോൾ നമ്മളെ കാത്തിരുന്ന ഒരു അതിഭീകര ജോലിയാണ്. അതായത് ഈ വിൻ്റർ ക്ലോത്ത്സ് ലോണ്ട്രി ആകുമ്പോഴുള്ള ഒരു പാടുണ്ട്, അതിനെ തിരിച്ച് പെട്ടി കയറ്റാൻ. അതാണ് ഞങ്ങളെ ഫേസ് ചെയ്തിരുന്ന ചാലഞ്ച്. അപ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്തു എന്നുള്ളത് ഞാൻ ഇനി നാളെ കാണിക്കാം. ഇപ്പോൾ ഒത്തിരി ലേറ്റായില്ലേ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ. സീ യു ഓൺ അവർ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.